ഹായ് നമസ്കാരം, KKD Audiosന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം തിയേറ്ററിൻ്റെ റിപ്പയറിംഗ് ആണ്. ഇതിന് 2 കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. സബ് വൂഫർ കംപ്ലയിൻ്റ് ആയിരുന്നു, പിന്നെ നമ്മുടെ ട്രാൻസ്ഫോമർ കംപ്ലയിൻ്റ് ആയിരുന്നു. ട്രാൻസ്ഫോമർ നമ്മൾ ഓൾറെഡി അതിനകത്തെ വൈൻഡിങ് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് ബ്ലൂടൂത്ത് ഇല്ല, അതുകൊണ്ട് ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ഇതിനകത്ത് സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. മിക്ക ഹോം തിയേറ്റർ കമ്പനിക്കാരും ഇതുപോലെ വയറിനൊക്കെ നീളം കുറച്ചാണ് ഇട്ടേക്കുന്നത്. അത് കാരണം നമുക്കിതുപോലെ അഴിച്ചെടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പോൾ ഇതൊക്കെ അതിൻ്റെ ക്ലിപ്പൊക്കെ ഊരിയെടുക്കുക. ഇതിനകത്തിരുന്ന ഒരു 4 ഇഞ്ചിൻ്റെ സബ്വൂഫറായിരുന്നു. നമ്മളിപ്പം പുതിയതായിട്ട് വാങ്ങിച്ചത് 4 ഇഞ്ചാണ്. പക്ഷേ അതിന് വ്യത്യാസമുണ്ട്. ഇതിനകത്തിരുന്ന 4 ഇഞ്ചിന് കാന്തത്തിന് അത്ര കനമോ വലുപ്പമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അത്ര ബേസ് നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ഇതിന് ഈ നമ്മൾ രണ്ടാമത് വാങ്ങിച്ചേക്കുന്നതിന് ഇച്ചിരി കൂടെ ബാസ് കിട്ടുന്നതാണ്. കാരണം അതിൻ്റെ മാഗ്നറ്റൊക്കെ ഇച്ചിരി കൂടെ പവർ കൂടിയാണ്. ഈ ബാക്ക് സൈഡിലുള്ള പണി ഏകദേശം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളത് പഴയ പോലെ ഫിറ്റ് ചെയ്ത് വെക്കുകയാണ്. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കണക്ടറിനൊക്കെ നീളമില്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാണ് ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിലും. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ബ്ലൂടൂത്തിൻ്റെ സിസ്റ്റം സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഈ ഫ്രണ്ട് പാനൽ ഊരണം. അപ്പോൾ അത് നൈസായിട്ട് ഇതുപോലെ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ ടെസ്റ്ററോ എന്തെങ്കിലും വെച്ച് നൈസായിട്ട് പൊക്കി കൊടുക്കുക. ഏതൊരു ആഡിയോ ഡിവൈസ് ആയാലും അതിലിപ്പം ഡിജിറ്റലായിട്ടുള്ള USB മോഡ്യൂൾ ഭാഗങ്ങളിലൊക്കെ എന്തായാലും ഒരു 5 വോൾട്ട് സപ്ലൈ ഉണ്ടാകും. അപ്പോൾ ആ 5 വോൾട്ട് സപ്ലൈ നമ്മൾ ഈ ബോഡിയിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 5 വോൾട്ടെന്ന്. കറക്റ്റ് 5 വോൾട്ട് തന്നെയാണോ കിട്ടുന്നതെന്ന് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുക. കാരണം അതിൽ കൂടുതൽ വല്ലതും ആണെങ്കിൽ നമ്മുടെ ബ്ലൂടൂത്ത് മോഡ്യൂൾ കംപ്ലൈൻ്റ് ആവും. കാരണം അത് ഇച്ചിരി സെൻസിറ്റീവായിട്ടുള്ള ഒരു ഉപകരണമാണ്. നമുക്കിവിടെ ഏകദേശം 5 വോൾട്ട് തന്നെ കിട്ടിയ സ്ഥിതിക്ക് നമ്മളിനി അടുത്ത പണിയിലേക്ക് പോവാണ്. അടുത്തായിട്ട് നമ്മൾ ഈ ബ്ലൂടൂത്ത് മോഡ്യൂൾ ഇതിലെങ്ങനെയും നല്ല വൃത്തിയോട് തോന്നിക്കാത്ത രീതി എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പാനലിൽ തന്നെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ സബ്വൂഫർ ഇരിക്കുന്ന ബോഡിയുമായിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ നോക്കരുത്. ചെയ്ത് കഴിഞ്ഞാൽ ബേസ് വൃത്തിയോടാവും. കാരണം അതിനിടയ്ക്കൂടെയൊക്കെ എയർ ലീക്കാവും, പതറിയ സൗണ്ടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും അതിനകത്ത് ഒന്നും ചെയ്യരുത്. നമ്മളെപ്പോഴും ഈ ഒരു പാനലിൽ തന്നെ പണിയുക ഇങ്ങനത്തെ കാര്യങ്ങൾ.
ഞാനിവിടെ ഇപ്പോൾ ഈ സൈഡ് ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാസ് ഹോൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ വരുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ സൈഡിൽ തന്നെ വെക്കാൻ ഉദ്ദേശിച്ചു. നമ്മളതിൻ്റെ ഇടയ്ക്കും വെക്കാൻ ഉദ്ദേശിച്ചില്ല, കാരണം അവിടെയൊക്കെ അതിൻ്റെ ബോർഡുകളും കാര്യങ്ങളൊക്കെ അകത്തുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം ഈ സാധനം ചെയ്യാൻ. അതിനുശേഷം നമ്മുടെ ബ്ലൂടൂത്ത് മോഡ്യൂളിന് വേണ്ട 5 വോൾട്ട് സപ്ലൈ അത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടെത്തിയ 5 വോൾട്ടിൻ്റെ കണക്ഷനിലേക്ക് അതിൻ്റെ പോസിറ്റീവ് വയർ നമ്മളവിടെ സോൾഡർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ നെഗറ്റീവ് വയർ അത് നമ്മളിവിടെ ഒരു വോളിയം കൺട്രോളറിൻ്റെ കോമൺ ഗ്രൗണ്ട് ഭാഗത്തേക്കാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. ഈ ഹോം തിയേറ്ററിൽ തന്നെ ഓൾറെഡി FM ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ FM വയർ ഒഴിവാക്കുകയാണ്. അതിനുശേഷം ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് സിഗ്നൽ അഥവാ ഹോം തിയേറ്ററിലേക്കുള്ള ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനാദ്യം നമ്മൾ മെയിൻ വോളിയം കൺട്രോളിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഈ ഭാഗത്താണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉദ്ദേശിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുമെന്ന് പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സജു KKD സൈനിങ് ഔട്ട്. ജയ് ഹിന്ദ്.